ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങളിലൊന്നായ മാരാരിക്കുളം വെള്ളക്കെട്ടിന്റെ ബാഹുല്യത്താൽ നിതാന്ത പച്ചപ്പണിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഫലപുഷ്ടിയില്ലാത്ത ചുരിമണൽ എന്നും കാർഷിക വിളകളുടെ വളർച്ചയെ തളർത്തുകയായിരുന്നു. കർഷകർ പ്രയോഗിക്കുന്ന ഏതു വളമായാലും ശരി, എല്ലാം ഊഷരഭൂവിന്റെ അടിത്തറകളിലേക്ക് കടക്കുകയും വിളകൾക്ക് പ്രയോജനപ്പെടാതെ വരികയും ചെയ്തു പോരുന്ന സാഹചര്യങ്ങൾ കർഷകരെ കാർഷിക വൃത്തിയിൽ ഉദാസീനരാക്കുകയായിരുന്നു. ഇവിടെയാണ് ഊഷരതയിൽ ഉർവരത നിറച്ച് ഒരു കാർഷിക വിപ്ലവം കാലത്തിന് സമ്മാനിച്ച ആലപ്പുഴ കഞ്ഞിക്കുഴി പച്ചക്കറി കൃഷി ശ്രദ്ധേയമായത്. ആ കാർഷിക വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജൈവകൃഷിയുടെ സമുന്നതവും സമ്മോഹനവുമായ ചൈതന്യം ഈ തീരദേശ മണ്ണിൽ അധ്വാന ചിന്തയായി പുലർത്തിപ്പോരുന്ന ഒരു കർഷകനെ പരിചയപ്പെടുമ്പോൾ കൃഷിദർശന്റെ കാർഷിക യാത്രയ്ക്ക് അത് ഏകുന്ന അഭിമാനം സമാനതകളില്ലാത്തതാണ്. ഇത് ആലപ്പുഴ മാരാരിക്കുളം തെക്ക് കലവൂർ വളവനാട് താമരപ്പള്ളി വീട്ടിലെ ടി ഷാജി. മാരാരിക്കുളം ഗ്രാമായനങ്ങളിലെ കാർഷിക പാരമ്പര്യം ടി ഷാജി എന്ന ഈ കർഷകന്റെ പൈതൃക പഥങ്ങളിൽപ്പെടുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട കായ്കറികളെല്ലാം ടി ഷാജിയുടെ പുരയിടത്തിൽ എന്നുമുണ്ടായിരുന്നു. ഒന്നും കടകളിൽ നിന്നും വാങ്ങിയിരുന്നില്ല. സംസ്ഥാന പോലീസ് സേനയിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിക്കവേ തന്റെ 2 ഏക്കർ വരുന്ന ഭൂമിയിൽ കാർഷിക തലം വിപുലപ്പെടുത്തുകയായിരുന്നു. പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങൾ കൃഷി ചെയ്ത് പോരുന്നൊരു ഫാമിലിയാണ്. അച്ഛനും അമ്മയും നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഇവിടെ എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ പച്ചക്കറികളെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ഇണക്കി വിളയിച്ച് സ്വന്തമായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നാട്ടുകാർക്ക് പൈസയ്ക്കും വേണ്ടപ്പെട്ടവർക്ക് വെറുതെ കൊടുക്കുന്ന രീതിയാണ്. പിന്നെ ഞാൻ സർവീസിലുണ്ടായിരുന്നതാണ്. ഈ കഴിഞ്ഞ 2016 മെയ് 5-ാം തീയതിയാണ് പെൻഷനായത്. പച്ചക്കറി കൃഷിയിലായിരുന്നു ഷാജി ആദ്യം ശ്രദ്ധ വെച്ചത്. വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലും അല്പം മാറി വയലിന് സമീപമുള്ള കൃഷിയിടത്തിലുമായി വിവിധ ഇനം പച്ചക്കറികൾ വളർന്നു. വിത്തുകൾ പാകുന്നതിലും തൈകൾ നടുന്നതിലും പരമ്പരാഗതവും ശാസ്ത്രീയവുമായ രീതികൾ ഷാജിയുടേതായിട്ടുണ്ടായിരുന്നു. വിത്തിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിത്ത് അത് പല വിത്തിനും പല രീതിയാണ്. അതായത് ഈ തൊണ്ടിന് കട്ടി കുറഞ്ഞ ആണെങ്കിൽ നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ട്, വെള്ളത്തിലോ അല്ലെങ്കിൽ സുഡാമോണസ്, ഞങ്ങൾ സുഡാമോണസിലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളതെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം പാകുക. ഈ പാകണ സമയത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാകുന്ന വിത്തുകൾ, അതായത് വിത്തിനൊരു നാമ്പുണ്ട്. ഈ നാമ്പ് നേരെ മുകളിലേക്ക്, അത് സൂര്യനെ നോക്കിക്കൊണ്ട് വേണം അത് വിത്ത് പാകുന്നതിന്. അതുപോലെ തന്നെ അതിൻ്റെ പ്രതലത്തിൽ മണ്ണ് ഒരുപാട് ഇടരുത്. മണ്ണ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളക്കാനായിട്ടുള്ള പാട് വരും. പിന്നെ മറ്റുള്ള കട്ടിയുള്ള വിത്തുകളാണ്, തൊലിയുള്ള വിത്തുകളാണെങ്കിൽ അത് ഒരു ദിവസം 12 മണിക്കൂർ ഇതുപോലെ സുഡാമോണസിൽ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് പാകുകയാണ്. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പാവൽ, പടവലം, ചീര, കോവൽ, വെള്ളരി, കുമ്പളം, മത്തൻ, പയർ, വഴുതന, വെണ്ട, വിവിധ ഇനം മുളകുകൾ തുടങ്ങിയ പച്ചക്കറികളെല്ലാം തന്നെ ഷാജിയുടെ പറമ്പിൽ കാലഭേദങ്ങളില്ലാതെ നിരയിട്ടു നിന്നു. കിഴങ്ങുവർഗ വിളകൾക്കും പുരയിടത്തിൽ ഒരു പ്രത്യേക പരിഗണന ഷാജി നൽകി. മരച്ചീനിയും ഇഞ്ചിയും മഞ്ഞളും പലയും ചേമ്പും ചേനയും കാച്ചിലും ചെറുകിഴങ്ങുമൊക്കെ ആ ഗണത്തിൽപ്പെടുന്നു. പതിമൂന്ന് ഇനങ്ങളിൽപ്പെട്ട വാഴകളാണ് ഷാജിയുടെ മറ്റൊരു ശ്രദ്ധേയമായ കാർഷിക വിള.
നേന്ത്രനും പാളയംകോടനും പൂവനും പഴറ്റിയും കൂമ്പില്ലക്കണ്ണനും കദളിയും റോബസ്റ്റയും എന്നുവേണ്ട പേരറിയാവുന്നതും അറിയാത്തതുമായ വാഴകൾ ഇവിടെ ഷാജിയുടെ പരിപാലനമേറ്റ് തഴച്ചു വളരുന്നു. ഏകദേശം 10-13 ഐറ്റം വാഴ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വിൽപ്പനയ്ക്കായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ, അതായത് പാളയംകുടൻ, കണ്ണൻ, ഏത്തൻ, അതുപോലുള്ള സാധനം അതൊക്കെ മാത്രമേ വിൽപ്പനയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, അത് കദളി, ചെങ്കദളി, അതുപോലുള്ള പുതിയൊരു ഈ മെഴുകുതിരിപ്പഴം, അതായത് ഷുഗറുള്ളവർക്കും കഴിക്കാവുന്ന ഒരു പഴമുണ്ട്, ഷുഗർലെസ് കായെന്ന് ഇവിടെ പറയുന്നത്, അല്ല മെഴുകുതിരിപ്പഴം എന്നും പറയും. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ വളർത്തുന്നുള്ളൂ. പിന്നെ അതിൽ നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടി ഇതിൻ്റെ പോലെ ഈ 3 ഐറ്റമാണ് മെയിനായിട്ടും വളർത്തുന്നത്. ആലപ്പുഴയുടെ ഈ ചൊരിമണലിൽ ദൃശ്യമാകുന്ന കാർഷിക സമൃദ്ധിക്ക് പിന്നിൽ ഷാജി തുടർന്നു പോരുന്ന ജൈവവള പ്രയോഗത്തിന്റെ പ്രാധാന്യത്തിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. ഇതിന്റെ ആവശ്യകതയ്ക്കായി 2 പശുക്കളെ ഷാജി പരിരക്ഷിക്കുന്നു. തനി നടനായ വെച്ചൂറിനവും മറ്റൊരു നാട്ടിനവുമാണവ. ശുദ്ധമായ പാലിന്റെ ലഭ്യതയ്ക്കപ്പുറം ഇവയുടെ ചാണകവും ഗോമൂത്രവുമാണ് ഷാജി ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത്. ചാണകവും ധാന്യവും ശർക്കരയും പഴവും അരിച്ചെടുത്ത മണ്ണും വെള്ളവും ചേർത്ത് തയ്യാറാക്കുന്ന ജീവാമൃതമാണ് ഷാജിയുടെ പ്രധാന ജൈവവളം. 1 ലിറ്റർ ജീവാമൃതത്തിൽ 10 ലിറ്റർ ജലം ചേർത്ത് ഓരോ വിളകളുടെയും കൂമ്പിലടക്കം ഒഴിച്ചു കൊടുക്കുന്നു. കാർഷിക വിളകളുടെ പരിപാലനത്തിനായി ഒരു പശുവിനെയെങ്കിലും വളർത്തണമെന്നാണ് ഷാജിക്ക് പറയാനുള്ളത്. രോഗബാധ സങ്കീർണമാണെന്നു കണ്ടാൽ ഗോമൂത്രം, വേപ്പെണ്ണ, കാന്താരി കഷായം, കഞ്ഞിവെള്ളം, പുകയില കഷായം തുടങ്ങിയവയും പ്രയോഗിക്കുന്നു. വളപ്രയോഗം പൂർണ്ണമായിട്ടും ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരു നാടൻ വെച്ചൂർ പശുവുണ്ട്. അതിൻ്റെ ചാണകവും ഗോമൂത്രവും കൂടി കൂട്ടി പിന്നെ പഞ്ചഗവ്യവും പിന്നെ ജീവാമൃതം ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കി നമ്മൾ ആഴ്ചയിലൊരു ദിവസം ഒരു നേരം വെച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കീടാണുക്കൾക്ക് വേണ്ടിയും നമ്മൾ കാന്താരി കഷായം, അതുപോലെ വേപ്പൻ കഷായം, അതുപോലെ തന്നെ പുകയില കഷായം, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ജീവാമൃതം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ അത് 1 കിലോ ചാണകം വേണം. 1 കിലോ ചാണകം, 1 ലിറ്റർ മൂത്രം, ഒരു 100-150 ഗ്രാം ചേറുപയർ, ഒരു 2-3 പാളയംകുടൻ പഴം, ഏതും ആകാം, പാളയംകുടൻ പഴം, പിന്നെ 1 പിടി മണ്ണ്, പിന്നെ 20 ലിറ്റർ വെള്ളം. ഇത്ര സാധനമാണ് നമ്മളൊരു കൂട്ടായിട്ട് എടുക്കുന്നത്. ആ 20 ലിറ്റർ സാധനം നമ്മൾ ദിവസവും ഒരു 3 നേരം വെച്ച് ഇളക്കൊണ്ടിരിക്കുന്നത്. ഒഴിച്ചിട്ട് ദിവസവും 3 നേരം വെച്ച് ഈ പയർ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ പഴം ഞെവടി കൊടുക്കണം. പഴം അല്ലെങ്കിൽ നമുക്ക് ശർക്കരയിലും മതി. ശർക്കര ആകുമ്പോൾ ഒരു 150 ഗ്രാം 200 ഗ്രാം ശർക്കര മതിയാകും ഈ പറഞ്ഞ എത്രയും കൂട്ടിന്. അത് 3 ദിവസം നമ്മളിങ്ങനെ ഇളക്കൊണ്ടിരിക്കണം. 3 നേരം അല്ല 4 നേരം ഇളക്കിയാൽ അത്ര നല്ലത്. ഇളക്കി കഴിയുമ്പോഴത്തേക്ക് 4-ാമത്തെ ദിവസം നമുക്കത് ചെടിക്ക് ഒഴിക്കാൻ പറ്റും. ഇപ്പോൾ 1 ലിറ്റർ പിന്നെ ജീവാമൃതം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 10 ലിറ്റർ വെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ കൂമ്പ് തൊട്ടൊഴിച്ച് കൊടുക്കാം. കൂമ്പ് തൊട്ടൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ചെറിയ നാശത്തിനുള്ള സജ്ജീകരണം കൂടി ഇതിനുള്ളതാണ്. നീർത്തട പ്രദേശമാണെങ്കിലും വേനൽക്കാലത്ത് നന അത്യാവശ്യമാകുന്നു. ഇതിനായി ഹോസ് ഉപയോഗിച്ചുള്ള നനയും സ്പ്രിംഗ്ലർ സംവിധാനവും ഷാജി സ്വീകരിച്ചു പോരുന്നു. ഇന്നേറെ ജനപ്രിയമായ പാഷൻ ഫ്രൂട്ട് കൃഷിയിലും ഷാജി ഏർപ്പെടുന്നു. മികച്ച ആദായം തന്നെയാണ് ആണ്ടോടാണ്ട് ഈ മണ്ണ് ഷാജിക്കേകുന്നത്. അത് ടി ഷാജി എന്ന ഈ കർഷകന്റെ കാർഷിക ആഭിമുഖ്യത്തിന്റെയും അതിലെ അധ്വാനത്തിന്റെയും കാന്തിയായി മാറുന്നു. ആ അധ്വാന മാത്രകൾക്ക് താങ്ങും തണലുമായി പത്നി പത്മകുമാരിയും എന്നും ഈ കൃഷിയിടത്തിലുണ്ട്. മാരാരിക്കുളം തെക്ക് കൃഷിഭവന്റെ സജീവ ശ്രദ്ധ ഷാജിയുടെ കൃഷിക്ക് വളരെ സഹായകരമാകുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമുള്ള സന്ദർശനവും വിവിധ കാർഷിക പദ്ധതിയിലുള്ള സഹായവും ഈ കർഷകനെ ഏറെ കർമ്മോന്മുഖനാക്കുന്നു.
മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ നമ്മുടെ കൃഷിഭവന്റെ കീഴിലുള്ള ഒരു മികച്ച കർഷകനാണ് ശ്രീ ഷാജി താമരപ്പള്ളി. ഇദ്ദേഹം നെൽകൃഷി, പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ നല്ലൊരു സമ്മിശ്ര കർഷകനാണ്. ഇദ്ദേഹത്തിന് കൃഷിഭവനിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും കൊടുക്കുന്നുണ്ട്. പച്ചക്കറി കൃഷിക്കും നെൽകൃഷിക്കും കൂലിച്ചെലവ് സബ്സിഡി, പിന്നെ പുല്ല് വെട്ടിയന്ത്രം നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം ഉപയോഗിക്കുന്ന പ്രധാനമായ വളമെന്ന് പറയുന്നത് നാടൻ പശുവിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ജീവാമൃതം, പഞ്ചഗവ്യ എന്നിവയാണ്. അപ്പം അത് വളരെ പോഷകസമ്പുഷ്ടമായ, ചെടികൾക്ക് ആവശ്യമായ ഒരുപാട് സമ്പുഷ്ടമായിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹം ഞങ്ങളുടെ കൃഷിഭവനിലെ ഒരു മാതൃകാ കർഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫീൽഡ് വെരിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ കർഷകരെ അയക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രദർശനത്തോട്ടം മാരാരിക്കുളം തനത് വെറൈറ്റികളായ വെണ്ട, വഴുതന ഇത് ഇദ്ദേഹത്തിൻ്റെ കൃഷി ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെയാണ് ഈ വർഷത്തെ പ്രദർശനത്തോട്ടത്തിനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൃഷിഭവനിൽ വരുന്നവർക്കെല്ലാം ഒരു കൃഷിപാഠത്തിന് ഒരു റെഫറൻസ് ആയിട്ട് ഇദ്ദേഹത്തെയാണ് ഞങ്ങൾ പറയാറുള്ളത്. ഇവിടെ വന്ന് ഒരുപാട് കൃഷി അറിവുകൾ ലഭിക്കുന്നുണ്ട്. സ്വാഭാവിക കുളത്തിലെ മത്സ്യകൃഷിയാണ് ഷാജിയുടെ മറ്റൊരു മേഖല. ഗ്രാസിലോപ്പിയ, വാള, കാരി എന്നീ മത്സ്യങ്ങളാണ് ഇവിടെ വളർത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ നല്ല വിളവെടുപ്പിന് ശേഷം ഇപ്പോൾ പുതിയ മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് വിട്ടിരുന്നു. മീൻകൃഷി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നത് പിന്നെ സിലോപ്പിയും വാളയും കാരിയുമായിരുന്നു ഇട്ടിരുന്നത്. അതിൽ സിലോപ്പി പിന്നെ ഒരു 400-500 ഗ്രാം വരെ ആയായിരുന്നു. വാള ഒരു 300, അത് നമുക്കൊരു 8 മാസം പ്രായം കിട്ടിയുള്ളായിരുന്നു. ആ ഒരു വളർച്ച കൊണ്ട് ഒരു 600 ഗ്രാം വരെയുള്ള വാള കിട്ടി. അതുപോലെ കാരിയും പിന്നെ ഏകദേശം 10-300 ഗ്രാം തൂക്കമുള്ള കാരിയാണ് നമുക്ക് കിട്ടിയത്. കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ തീറ്റയുണ്ട്. അതായത് ഈ മത്സ്യത്തീറ്റ 1, 2, 4 എന്നും പറഞ്ഞ് നമ്പറുള്ള ഉണ്ട്. അതിന് ഒരു ചാക്കിന് 1800 രൂപയൊക്കെ വരും. അതാണ് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് കൊടുക്കുന്നത്. പിന്നെ വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് പകുതി വേവിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. മത്സ്യക്കുളത്തിന് മുകളിൽ തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടിലാണ് ഷാജിയുടെ കുട്ടനാടൻ ചാര ഇനത്തിൽപ്പെടുന്ന താറാവുകൾ വളരുന്നത്. താറാവിന്റെ കാഷ്ടവും ഭക്ഷ്യാവശിഷ്ടങ്ങളും കുളത്തിലെ മീനുകൾക്ക് ആഹാരമാകുമ്പോൾ കുളത്തിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ താറാവുകൾക്കും ഭക്ഷണമാകുന്നു. നേരത്തെ സർക്കാരിൻ്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു. അതായത് മീൻ വളർത്തുന്ന കുളത്തിൽ തന്നെ താറാവിനെ വളർത്തിയാൽ അതൊരു ആദായകരമാണ്. ആദായകരം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും വെള്ളത്തിന്, ഞങ്ങളുടെ വീടൊക്കെ എന്ന് പറഞ്ഞ് പിന്നെ ചുറ്റും കെട്ടിയിട്ടുള്ള കുളങ്ങളാണ്, മറ്റേ ആറോ മറ്റുള്ള പല സ്ഥലമല്ല ഇത്. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുമ്പോൾ, ഈ കുളം എന്ന് പറയുമ്പോൾ വെള്ളം എപ്പോഴും അനങ്ങാതെ കിടക്കുകയാണ്. അപ്പം താറാവിനെ കൂടി ഇടുമ്പോഴത്തേക്ക് താറാവ് ഈ വെള്ളത്തിൽ നീന്തുമ്പോഴത്തേക്ക് ഒരു വെള്ളത്തിനൊരു അനക്കം ഉണ്ടാകും. അനക്കൊണ്ടാകുമ്പോൾ വായുസഞ്ചാരം ഉണ്ടാകും. അത് മീനിന് പ്രയോജനമാണ്. അതുപോലെ തന്നെ താറാവ് തിന്നുന്ന തീറ്റയുടെ വേസ്റ്റും അതുപോലെ താറാവിൻ്റെ കാസ്റ്റും ഈ മീനിന് പ്രയോജനപ്രദമാണ്. കോഴിക്കൂട്ടമാണ് ഷാജിയുടെ ഇഷ്ടപരിപാലനത്തിൽപ്പെടുന്ന മറ്റൊരു. കരിങ്കോഴി, ഗിനി, കാട, ടർക്കി എന്നിവയെല്ലാം പ്രത്യേക കൂടുകളിലായും പരിസരത്തായും ഉന്മേഷഭരിതരായി കൊക്കിക്കുറുകി ഉല്ലസിച്ചിവിടെ കഴിയുന്നു. ഇവയുടെ പരിപാലന ചുമതലയിൽ ഏറെ ശ്രദ്ധ വയ്ക്കുന്നത് ഷാജിയുടെ സഹധർമ്മിണിയും ഒപ്പം മാതാവുമാണ്. കോഴി എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നാടൻ കോഴിയുണ്ട്, കരിങ്കോഴിയുണ്ട്, പിന്നെ കൈരളിക്കോഴിയുണ്ട്, പിന്നെ കട്കനുണ്ട്, ഗിനിയുണ്ട്, പിന്നെ കാടക്കോഴിയുണ്ട്. ഈ മുട്ടക്കോഴി വളർത്തൽ നമുക്ക് പിന്നെ വളരെ ആദായമല്ലെങ്കിലും പക്ഷേ എന്നാലും നമുക്ക് അതിൽ നിന്നും വളങ്ങൾ, അതായത് ഞാൻ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ പ്രാവശ്യവും കോഴിവളം ശരിക്കും ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കോഴിവളം പുറത്തുനിന്ന് എടുക്കേണ്ടി വരത്തില്ല. പ്രത്യേകിച്ചും ഈ പശുവുള്ള കാരണം ഇപ്പം കോഴിവളം എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനം നമ്മുടെ ഈ ഫാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ദേശീയ സർക്കാരിന്റെ പദ്ധതി പ്രകാരമുള്ള സോളാർ വൈദ്യുതി സംവിധാനം ഷാജിയുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പ്രയോജനകരമാകുന്നു. ചാണകത്തിൽ നിന്നുള്ള ബയോഗ്യാസ് യൂണിറ്റ് അടുക്കളയിലെ പാചകത്തിനും ഈ കർഷക കുടുംബം ഉപയോഗപ്പെടുത്തുന്നു.
നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് പോലെയാണ് നമ്മൾ ഒരു ചെടി വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പരിപാലിക്കുന്നത്. കാരണം ദിവസം അതിൻ്റെ മുന്നിൽ ചെന്ന് തലോടുകയും അതിന് വളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ജീവനില്ലെങ്കിലും അതിനൊരു ജീവനുള്ള വസ്തുവാണ്, പക്ഷെ അതിന് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു വളം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ അവിടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആ മാടി വിളിക്കണമായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. വിഷമയമില്ലാത്ത പച്ചക്കറി നമ്മൾ കഴിക്കുക, നമ്മുടെ രാജ്യത്തിനും നാടിനും വീട്ടിനും നന്മയുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. പോലീസ് സേനയിലെ ദീർഘനാളത്തെ സേവനത്തിന് ശേഷം വിരമിക്കവേ വിശ്രമ ജീവിതം നയിക്കുകയോ മറ്റേതെങ്കിലും മേഖലയിൽ ഏർപ്പെടുകയോ ചെയ്യാമായിരുന്നെങ്കിലും ടി ഷാജി എന്ന ഈ ആലപ്പുഴക്കാരൻ സമ്മിശ്ര ജൈവ കൃഷിയിലേക്ക് കടന്നത് സംശുദ്ധമായ ഒരു ഭക്ഷ്യ സംസ്കാര സമൃദ്ധി മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. ആ കാർഷിക വിശുദ്ധി മാരാരിക്കുളത്തെ ഈ ചൊരിമണലിൽ നിത്യഹരിതാഭമാകുമ്പോൾ അത് കാർഷിക കേരളത്തിന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാതിരിക്കാനാവില്ല. തീർച്ച. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। SCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ निम्नलिखित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഴയിലെ മാണപ്പുഴുവിനെതിരെ നന്മ. ഗ്രീൻ മിൽക്ക് വിപണിയിൽ. ജൈവ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ജൂലൈ 31 വരെ അപേക്ഷിക്കാം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം തയ്യാറാക്കിയ നന്മ എന്ന ജൈവ കീടനാശിനി വാഴയിലെ മാണപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ചാണകം കലക്കി അതിൽ 200 മില്ലി നന്മ ചേർത്ത് നന്നായി ഇളക്കുക. ചെത്തി വൃത്തിയാക്കിയ വാഴക്കന്നിൽ ഈ മിശ്രിതം പുരട്ടി 3 ദിവസം തണലിലുണക്കുക. 1 ദിവസം വെയിലുകൊണ്ടുണങ്ങിയ കുഴിയിൽ ഈ കന്ന് നടുക. 2 ആഴ്ച കഴിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി നന്മ കലക്കി പുതുനാമ്പിൽ വീഴാതെ ചെടിയുടെ അടിവശം നന്നായി നനയ്ക്കണം. ഇതുവഴി പൂർണ്ണമായി മാണപ്പുഴുവിനെ നിയന്ത്രിക്കാം. ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 26-ന് കാടക്കോഴി വളർത്തൽ, 28-ന് അലങ്കാര പക്ഷി വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യമായി പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0484 2631355. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ വിതുര ജേഴ്സി ലൈഫ് സ്റ്റോക്ക് ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന പാൽ ഗ്രീൻ മിൽക്ക് എന്ന പേരിൽ തിരുവനന്തപുരം വികാസ് ഭവനിൽ വിൽപ്പന ആരംഭിച്ചു. ആന്റിബയോട്ടിക് ഔഷധങ്ങൾ, കീടനാശിനി എന്നിവ കലരാത്ത ശുദ്ധമായ പാലാണിത്. 1 ലിറ്ററിന് 46 രൂപയാണ് വില. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ പൌൾട്രി ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന മുട്ടയും വിൽക്കുന്നുണ്ട്. മുട്ടയൊന്നിന് 3 രൂപ 85 പൈസയാണ്. ഈ സംവിധാനം ഘട്ടം ഘട്ടമായി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. സർക്കാർ സംരംഭമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ കുടപ്പൻകുന്ന് ബ്രോയിലർ ബ്രീഡിംഗ് ഫാമിൽ മുട്ട ഉൽപാദനം കഴിഞ്ഞ ഇറച്ചിക്കോഴികളെ ജീവനോടെ വിൽക്കുന്നു. താൽപര്യമുള്ള കച്ചവടക്കാർക്കും വ്യക്തികൾക്കും കിലോയ്ക്ക് 87 രൂപ നിരക്കിൽ ഫാമിൽ നിന്ന് കോഴികളെ വാങ്ങാവുന്നതാണെന്ന് കെപ്കോ മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു.
കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം ജൈവ കൃഷിയിൽ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 2017 ജൂലൈ 31 വരെ അപേക്ഷ സ്വീകരിക്കും. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടെ 10ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാം. 2017 ഓഗസ്റ്റ് 3 മുതൽ കോഴ്സുകൾ ആരംഭിക്കും. വിശദവിവരങ്ങൾക്ക് 0487 243 8567. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 27-ന് കാട വളർത്തലിൽ പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0479 245 7778. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. വില 8 രൂപ. പോളി ബാഗിലുള്ള തൈക്ക് 10 രൂപയാണ് വില. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 237 3242. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കൂൺ കൃഷിയെക്കുറിച്ചും കൂൺ വിത്തുൽപാദനത്തെക്കുറിച്ചും 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 28, 29 തീയതികളിൽ നടത്തുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 237 0773. മറ്റൊരു നമ്പർ 8086 405476. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,000 രൂപ, കോഴിക്കോട് 15,400 രൂപ, തൃശൂർ 13,900 രൂപ, കൊപ്ര കൊച്ചി 9,370 രൂപ, കോഴിക്കോട് 10,000 രൂപ, തൃശൂർ 9,325 രൂപ, കുരുമുളക് അൺഗാർബിൾ 47,800 രൂപ, കുരുമുളക് ഗാർബിൾ 49,800 രൂപ, ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ സേലം 8,000 രൂപ, മഞ്ഞൾ ഈറോഡ് 8,500 രൂപ, അടയ്ക്ക പഴയത് 20,000 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,800 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,850 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,000 രൂപ, കൊപ്ര 9,370 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾ 47,800 രൂപ, കുരുമുളക് ഗാർബിൾ 49,800 രൂപ, ചുക്ക് മീഡിയം 9,500 രൂപ, ചുക്ക് ബെസ്റ്റ് 11,500 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ, ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 180-നും മധ്യേ, ജാതിക്കത്തൊണ്ടില്ലാത്തത് 270-നും 310-നും മധ്യേ, ജാതിപത്രി 380-നും 550-നും മധ്യേ, ഗ്രാമ്പു 700 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,800 രൂപ, ഒട്ടുപാൽ 9,600 രൂപ, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. നാളികേര കർഷകർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ചിങ്ങത്തിന് മുൻപേ വെളിച്ചെണ്ണ വ്യാപാര രംഗം ചൂടുപിടിച്ചത് വരും ദിനങ്ങളിലും നിരക്ക് മുന്നേറാനുള്ള സാധ്യതകൾക്ക് ശക്തി പകരുന്നു. കോഴിക്കോട്ടെ കൊപ്ര ക്വിന്റലിന് 10,000 രൂപയാണ്. സംസ്ഥാനത്തെ മറ്റ് വിപണികളിൽ 9,400 രൂപയിൽ നിലകൊള്ളുന്ന കൊപ്ര ഓണവേളയിൽ 5 അക്കത്തിലേക്ക് വരുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. വിദേശത്ത് റബ്ബർ വില അല്പം താഴ്ന്നത് ഇന്ത്യൻ വ്യവസായികളെ ആഭ്യന്തര മാർക്കറ്റിൽ നിന്നും പിന്തിരിപ്പിച്ചു. റബ്ബർ അവധി നിരക്കുകളിലെ തളർച്ച മുൻനിർത്തി കാർഷിക മേഖല ഇന്ന് കാര്യമായി റബ്ബർ വിപണിയിലിറക്കിയില്ല. 4ാം ഗ്രേഡ് കിലോ 138 രൂപ. വണ്ടൻമേട്ടിൽ വാരാന്തി നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,416 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,001 രൂപയിലും ലേലം കൊണ്ടു. അറബ് രാജ്യങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും പുതിയ ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഹൈറേഞ്ചിൽ നിന്നുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയെങ്കിലും ആഭ്യന്തര വാങ്ങലുകാരുടെ അഭാവം വിലക്കയറ്റത്തിന് തടസ്സമായി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 32, 24.2, കൊച്ചി 31.2, 24.2, ആലപ്പുഴ 31.7, 25.1, പുനലൂർ 32.6, 23.2, തിരുവനന്തപുരം 31.4, 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.